Hello students, welcome back to Plus 2 Economics Online Classroom. ഇന്ന് പാർട്ട് 1 മൈക്രോ ഇക്കണോമിക്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ ഇക്കണോമിക്സ് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിനൊരാമുഖം എന്ന ചാപ്റ്ററിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. 1 മാർക്കിനുള്ള ചോദ്യോത്തരങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 1, ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിച്ചോളൂ. ദി ഡയഗ്രാം ഷോസ്, താഴെ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ഒരു പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഓർ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ, ഉൽപാദന സാധ്യതാ വക്രമാണ് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇവിടെ 4 സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്, 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്, ABCD. ഓക്കെ, ഇതിൽ ഏതാണ് താഴെ തന്നിരിക്കുന്ന ഡയഗ്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായ പ്രസ്താവന? അതാണ് ചോദ്യം. ഓക്കെ, സ്റ്റേറ്റ്മെന്റുകൾ ഞാൻ ഓരോന്നായിട്ട് വായിക്കുന്നു. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എ മൂവ്മെന്റ് ഫ്രം എ ടു ബി ഹാസ് നോ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. എയിൽ നിന്നും ബിയിലേക്കുള്ള മാറ്റത്തിന് അവസരാത്മക ചിലവ് ഇല്ല. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ബി നോക്കിക്കോളൂ. എ മൂവ്മെന്റ് ഫ്രം എഫ് ടു ബി ഹാസ് ആൻ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. എഫിൽ നിന്നും ബിയിലേക്കുള്ള മാറ്റത്തിന് അവസരാത്മക ചെലവ് ഉണ്ട്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് സി നോക്കിക്കോളൂ. ഹയർ ഈസ് ദി പ്രൊഡക്ഷൻ ഓഫ് ഗുഡ് ടു, ഗ്രേറ്റർ ഈസ് ദി ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് റെഡ്യൂസിങ് ഇറ്റ്സ് പ്രൊഡക്ഷൻ. വസ്തു 2ന്റെ ഉൽപാദനം കൂടുതലാണെങ്കിൽ അത് കുറയ്ക്കുവാനുള്ള അവസരാത്മക ചെലവ് കൂടുതലാണ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ഡി നോക്കിക്കോളൂ. ഹയർ ഈസ് ദി പ്രൊഡക്ഷൻ ഓഫ് ഗുഡ് ടു, ലെസർ ഈസ് ദി ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് റീച്ചിങ് ഇറ്റ്സ് ഔട്ട്പുട്ട്. വസ്തു 2ന്റെ ഉൽപാദനം കൂടുതലാണെങ്കിൽ അത് കുറയ്ക്കുവാനുള്ള അവസരാത്മക ചെലവ് കുറവാണ്. ഇതാണ് 4 സ്റ്റേറ്റ്മെന്റുകൾ. ഡയഗ്രമാണ് കൊടുത്തിട്ടുള്ളത്. PPC ആണ്, നമുക്കറിയാം അല്ലേ? PPC കർവാണ് ഇവിടെ വരച്ചിട്ടുള്ളത്. ഹിയർ ഹൊറിസോണ്ടൽ ആക്സിസ്, എക്സ് ആക്സിസ് റെപ്രസെന്റ് ഗുഡ് 1, സാധനം 1 ആണ് കാണിക്കുന്നത്. എന്നാൽ ഇവിടെ ഈ ഡയഗ്രത്തിൽ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഇവിടെ എക്സ് ആക്സിസിൽ ഗുഡ് 2 ആണ് കൊടുത്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ എക്സ് ആക്സിസിൽ ഗുഡ് 1 ആണ് കൊടുക്കേണ്ടത്. നമുക്കറിയാം എക്സ് ആക്സിസിൽ ഗുഡ് 1 ആണ്, വൈ ആക്സിസിൽ ഗുഡ് 2 ആണ്. ഓക്കെ ആണല്ലോ. ഇനി ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൽ നിന്നും മുകളിൽ തന്നിട്ടുള്ള 4 സ്റ്റേറ്റ്മെന്റുകളിൽ ഏതാണ് ശരി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? യെസ്, ഓഫ് കോഴ്സ് സി. സ്റ്റേറ്റ്മെന്റ് സി, മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്. അതായത് ഹയർ ഈസ് ദി പ്രൊഡക്ഷൻ ഓഫ് ഗുഡ് ടു, ഗ്രേറ്റർ ഈസ് ദി ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് റെഡ്യൂസിങ് ഇറ്റ്സ് പ്രൊഡക്ഷൻ. സാധനം 2ന്റെ ഉൽപാദനം കൂടുതലാണെങ്കിൽ അത് കുറയ്ക്കുവാനുള്ള അവസരാത്മക ചെലവ് കൂടുതലാണ്. ഓക്കെ, എന്താണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, അവസരാത്മക ചെലവ് എന്ന് നമുക്കറിയാം. എന്തായിരുന്നു? ഇറ്റ് ഈസ് ദി കോസ്റ്റ് ഓഫ് ദി നെക്സ്റ്റ് ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് ഫോർഗോൺ. ഒരു സാധനം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ച വിഭവങ്ങൾ കൊണ്ട് ഉൽപ്പാദിപ്പിക്കാമായിരുന്ന തൊട്ടടുത്ത ഏറ്റവും മെച്ചമായ ഉപേക്ഷിക്കപ്പെട്ട സാധനം, അതിനെയാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അല്ലെങ്കിൽ അവസരാത്മക ചെലവ് എന്ന് പറയുന്നത്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി ABCD, അങ്ങനെ ഒരുപാട് പ്രൊഡക്ഷൻ പോസിബിലിറ്റീസ് ഉണ്ടായിരിക്കും. അതിൽ ആദ്യത്തെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി എന്തായിരുന്നു കാണിച്ചിരുന്നത്? എല്ലാ റിസോഴ്സുകളും, എല്ലാ വിഭവങ്ങളും ഗുഡ് 2 പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ, സാധനം 2 ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി മാത്രം ചെലവഴിക്കുകയാണെങ്കിൽ അവിടെ സാധനം 1ന്റെ 1 യൂണിറ്റ് പോലും നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. അല്ലേ? കാരണം എല്ലാ വിഭവങ്ങളും സാധനം 2ന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. എന്ന് വെച്ചാൽ ആ സമയം നമുക്ക് 1 യൂണിറ്റ് പോലും ഗുഡ് 1 പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കില്ല. ആണല്ലോ. അതുകൊണ്ട് അവിടെ 0 ആയിരിക്കും, ഗുഡ് 1 ഉണ്ടായിരിക്കാം. ഇനി നിങ്ങൾ നോക്കിക്കേ, പിന്നീട് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്താണ് നമ്മൾ പറഞ്ഞത്?
ഗുഡ് 1ന്റെ ഒരു യൂണിറ്റ് അധികമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ ഗുഡ് 2ന്റെ എത്ര യൂണിറ്റ് നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്നു അല്ലേ? അതായത് ഗുഡ് 1ന്റെ ക്വാണ്ടിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? കൂടി വരുന്നുണ്ട്. അതേസമയം ഗുഡ് 2ന്റെ ക്വാണ്ടിറ്റി കുറഞ്ഞു വരുന്നുണ്ട്. നിങ്ങൾ നോക്കിക്കേ, അതായത് ഗുഡ് 2ന്റെ ക്വാണ്ടിറ്റി കുറയും തോറും ഓപ്പർച്യൂണിറ്റി കോസ്റ്റിന് എന്താണ് സംഭവിക്കുന്നത്? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കൂടി വരുന്നു അല്ലെ? MOC നമ്മൾ പഠിച്ചു, മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. MOC ഓരോ ആക്ഷൻ പോസിബിലിറ്റി കഴിയുന്തോറും MOC കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ സ്റ്റേറ്റ്മെന്റ് സി ആണ് കറക്റ്റ്. അതായത് സാധനം 2ന്റെ ഉൽപാദനം കൂടുതലാണെങ്കിൽ ആ കൂടുതൽ ഉൽപാദനം കുറയ്ക്കുവാനുള്ള അവസരാത്മക ചെലവ് വർദ്ധിച്ചുകൊണ്ട് വരുന്നു. അതാണ് ആൻസർ. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2, രണ്ടാമത്തെ ചോദ്യം ശ്രദ്ധിച്ചോളൂ. സ്റ്റേറ്റ് ഇക്കണോമിക് ടേംസ്, സാമ്പത്തിക പദം എഴുതുക. ദ അലോക്കേഷൻസ് ഓഫ് സ്കേഴ്സ് റിസോഴ്സസ് ആൻഡ് ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദി ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ്. അതായത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്തായിരുന്നു? ദൗർലഭ്യ വിഭവങ്ങളുടെ വിനിയോഗവും അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വിതരണവും. ഇതാണ് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ പ്രസ്താവന. ഇനി ഈ ഒരു പ്രസ്താവനയുമായി ബന്ധപ്പെട്ട ഇക്കണോമിക് ടേം, സാമ്പത്തിക പദം ഏതാണെന്ന് പറയാനാണ് ചോദിച്ചിട്ടുള്ളത്. 1 മാർക്ക് ചോദ്യമാണ്. എന്താണ്? യെസ്, ദി സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കണോമി. സമ്പദ് വ്യവസ്ഥ അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ അല്ലെ? അതാണ് ഇതിന്റെ ഉത്തരം. അവിടെ നമ്മൾ പഠിച്ചിരുന്നു, സ്കേഴ്സ് റിസോഴ്സിനെ കുറിച്ച് പഠിച്ചു, ദൗർലഭ്യ വിഭവങ്ങളെ കുറിച്ച് പഠിച്ചു. അപ്പോൾ ആൻസർ എന്താണ്? ദി സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കണോമി. ഒരു സമ്പദ് വ്യവസ്ഥ അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ, അതാണ് ഉത്തരം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3, മൂന്നാമത്തെ ചോദ്യം ശ്രദ്ധിച്ചോളൂ. ആസ് എ റിസൾട്ട് ഓഫ് ലിബറലൈസേഷൻ പോളിസി ദി ഇൻഫ്ലോ ഓഫ് ഫോറിൻ ക്യാപിറ്റൽ ഹാസ് ഇൻക്രീസ്ഡ്. ഉദാരവൽക്കരണ നയത്തിന്റെ ഫലമായി വിദേശ മൂലധനത്തിന്റെ രാജ്യത്തിനുള്ളിലേക്കുള്ള ഒഴുക്ക് വർദ്ധിച്ചു. ഫുൾ സ്റ്റോപ്പ്. വാട്ട് ഈസ് ഇറ്റ്സ് ഇമ്പാക്ട് ഓൺ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ ഓർ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്? ഇത് ഉൽപാദന സാധ്യതാ വക്രത്തിൽ എന്ത് മാറ്റമാണ് വരുത്തുന്നത്? ഇവിടെ ഒരു സിറ്റുവേഷൻ, ഒരു സാഹചര്യമാണ് കൊടുത്തിട്ടുള്ളത്. അതായത് ഉദാരവൽക്കരണ നയത്തിന്റെ ഫലമായി വിദേശ മൂലധനത്തിന്റെ ഒഴുക്ക് രാജ്യത്തിനുള്ളിലേക്ക് വർദ്ധിച്ചു. ഓക്കെ, ഇത് PPCയിൽ എന്ത് മാറ്റമാണ് ഉണ്ടാക്കുക? PPCയിൽ ഉണ്ടാക്കുന്ന മാറ്റം 2 ആണുള്ളത് അല്ലെ? ഷിഫ്റ്റ് ഇൻ PPC പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു? ഒന്നെങ്കിൽ റൈറ്റ്വേർഡ് ഷിഫ്റ്റ് ഓർ അപ്വേർഡ് ഷിഫ്റ്റ്, വലതുവശത്തേക്കുള്ള മാറ്റം അല്ലെങ്കിൽ മുകളിലേക്കുള്ള മാറ്റം എന്ന് പറയും. രണ്ടാമത്തേത് ഏതായിരുന്നു? ലെഫ്റ്റ്വേർഡ് ഷിഫ്റ്റ് ഓർ ഡൗൺവേർഡ് ഷിഫ്റ്റ്, ഇടതുവശത്തേക്കുള്ള മാറ്റം അല്ലെങ്കിൽ താഴേക്കുള്ള മാറ്റം. ഈ 2 ഷിഫ്റ്റുകളായിരുന്നു PPCയിൽ ഉള്ളത്. നിങ്ങൾ നോക്കിക്കേ, ആൻസർ ഏതായിരിക്കും? എങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുക PPC? യെസ്, വെരി ഗുഡ്. PPC ഷിഫ്റ്റ്സ് അപ്വേർഡ് ആസ് എ റിസൾട്ട് ഓഫ് ദി ഇൻക്രീസ് ഇൻ ദി അവൈലബിലിറ്റി ഓഫ് ക്യാപിറ്റൽ റിസോഴ്സസ്. മൂലധന വിഭവങ്ങൾ വർദ്ധിക്കുന്നതോടെ PPC മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ മുകളിലേക്ക് മാറുന്നു. എന്തുകൊണ്ടാണ്? ക്യാപിറ്റൽ റിസോഴ്സസ്, മൂലധന വിഭവങ്ങൾ കൂടുതൽ രാജ്യത്തിനുള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൊഡക്ഷനും ഇൻക്രീസ് ചെയ്യും അല്ലെ? ഒരുപാട് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ കൂടുതലായിട്ട് പ്രൊഡക്ഷൻ നടക്കും, ഉൽപാദനം നടക്കും. ഉൽപാദനം കൂടിക്കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് റൈറ്റ് വേർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും ഓർ അപ്വേർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ക്ലിയർ ആണല്ലോ? സിമ്പിൾ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4, നാലാമത്തെ ചോദ്യം ശ്രദ്ധിച്ചോളൂ. വാട്ട് ഈസ് ദി ഷേപ്പ് ഓഫ് എ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്? ഉൽപാദന സാധ്യത വക്രത്തിന്റെ ആകൃതി എന്താണ്? ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. കോൺവെക്സ് ടു ഒറിജിൻ, കോൺകേവ് ടു ഒറിജിൻ, ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ. ഓപ്ഷന്റെ ആവശ്യമൊന്നുമില്ല, നമുക്കറിയുന്ന കാര്യമാണ്. PPC കർവിന്റെ ഷേപ്പ് എന്തായിരുന്നു? യെസ്, കോൺകേവ് ടു ഒറിജിൻ അല്ലെ? ഒറിജിനിലേക്ക് കോൺകേവ് ആകൃതിയിലിരിക്കുന്ന
കർവാണ് അല്ലെങ്കിൽ വക്രമാണ്, ഉൽപാദന സാധ്യത വക്രം. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5, അഞ്ചാമത്തെ ചോദ്യം ശ്രദ്ധിച്ചോളൂ. ഹൗ ഡസ് എ മാർക്കറ്റ് ഇക്കണോമി സോൾവ് സെൻട്രൽ ഇക്കണോമിക് പ്രോബ്ലംസ്? ഒരു കമ്പോള സമ്പദ് വ്യവസ്ഥ എപ്രകാരമാണ് സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത്? ഓക്കെ, ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ, സെൻട്രൽ പ്ലാനിങ്, കേന്ദ്രീകൃത ആസൂത്രണം. രണ്ടാമത്തെ ഓപ്ഷൻ പ്രൈസ് മെക്കാനിസം, വില സംവിധാനം. മൂന്നാമത്തെ ഓപ്ഷൻ ബോത്ത് 1 and 2, അതായത് ഒന്നാമത്തെ ഓപ്ഷനും രണ്ടാമത്തെ ഓപ്ഷനും ഒരുമിച്ചാണ് എന്നാണ് അർത്ഥം. നാലാമത്തെ ഓപ്ഷൻ നൺ ഓഫ് ദി എബവ്, മേൽ പറഞ്ഞ ഒന്നും അല്ല. ഏതാണ് ഉത്തരം? നിങ്ങൾ പറഞ്ഞേ. അതായത് മാർക്കറ്റ് ഇക്കണോമി ഓർ ക്യാപിറ്റലിസ്റ്റ് ഇക്കണോമി, കമ്പോള സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ സെൻട്രൽ ഇക്കണോമിക് പ്രോബ്ലംസ്, അതായത് അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ, 3 സാമ്പത്തിക പ്രശ്നങ്ങൾ നമുക്കറിയാം. എന്തുൽപാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം, വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ് ആൻഡ് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. ഈ 3 പ്രോബ്ലംസും സോൾവ് ചെയ്യുന്നത് ആരാണ്? യെസ്, പ്രൈസ് മെക്കാനിസം ആണ്. ആൻസർ എന്താണ്? പ്രൈസ് മെക്കാനിസം, വില സംവിധാനത്തിലൂടെയാണ് കമ്പോള സമ്പദ് വ്യവസ്ഥയിൽ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 6, ആറാമത്തെ ചോദ്യം ശ്രദ്ധിച്ചോളൂ. സ്കേർസിറ്റി ഡെഫിനിഷൻ വാസ് ഗിവൺ ബൈ. സ്കേർസിറ്റി നിർവചനം ആരുടേതാണ്? എന്താണ് സ്കേർസിറ്റി എന്ന് പറഞ്ഞാൽ? യെസ്, ദൗർലഭ്യം. മീനിങ് എല്ലാം നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ? ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ് ബട്ട് റിസോഴ്സസ് ആർ ലിമിറ്റഡ്. ഈ സിറ്റുവേഷൻ, ഈ സാഹചര്യത്തിനെയാണ് സ്കേർസിറ്റി ഓഫ് റിസോഴ്സസ്, വിഭവങ്ങളുടെ ദൗർലഭ്യം എന്ന് പറയുന്നത്. ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആഡം സ്മിത്ത്, ആൽഫ്രഡ് മാർഷൽ, ലയണൽ റോബിൻസ് ആൻഡ് സാമുവൽസൺ. ഏതാണ് ശരി ഉത്തരം? യെസ്, ലയണൽ റോബിൻസ്. അദ്ദേഹമാണ് സ്കേർസിറ്റി ഡെഫിനിഷന്റെ പ്രപ്പൗണ്ടർ. അദ്ദേഹമാണ് ദൗർലഭ്യ നിർവചനം ആവിഷ്കരിച്ചത്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. 2 മാർക്കിനുള്ള ചോദ്യോത്തരങ്ങളാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിലെ ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിച്ചോളൂ. ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ്, കോളങ്ങൾ പൂർത്തീകരിക്കുക. 3 കോളങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് കോളം സിസ്റ്റം, സെക്കൻഡ് കോളം മെക്കാനിസം ടു റെഗുലേറ്റ് ദി ഇക്കണോമി, സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിക്കുന്ന സംവിധാനം. തേർഡ് കോളം സൊല്യൂഷൻ ഓഫ് ദി സെൻട്രൽ പ്രോബ്ലംസ്, സാമ്പത്തിക പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം. ഇതാണ് 3 കോളങ്ങള്. ഓക്കെ, സിസ്റ്റംസ് ആ കോളം ഇവിടെ കംപ്ലീറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇക്കണോമിക് സിസ്റ്റംസ്, വിവിധ തരം സാമ്പത്തിക സംവിധാനങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു? ക്യാപിറ്റലിസ്റ്റ് ഇക്കണോമി ഓർ മാർക്കറ്റ് ഇക്കണോമി, മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ കമ്പോള സമ്പദ് വ്യവസ്ഥ. സെക്കൻഡ് സോഷ്യലിസ്റ്റ് ഇക്കണോമി ഓർ സെൻട്രലി പ്ലാൻഡ് ഇക്കണോമി, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ കേന്ദ്രീകൃത ആസൂത്രണ സമ്പദ് വ്യവസ്ഥ. തേർഡ് വൺ മിക്സ്ഡ് ഇക്കണോമി, മിശ്ര സമ്പദ് വ്യവസ്ഥ. ഓക്കെ, 3 ഇക്കണോമിക് സിസ്റ്റംസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപയോഗിച്ചുകൊണ്ട് രണ്ടാമത്തെയും മൂന്നാമത്തെയും കോളങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. ക്ലിയർ ആണല്ലോ? ഒന്നാമത്തെ സിസ്റ്റം ക്യാപിറ്റലിസം, മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ. അവിടെ ഇക്കണോമിയെ റെഗുലേറ്റ് ചെയ്യുന്ന മെക്കാനിസം, സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിക്കുന്ന സംവിധാനം ഏതായിരുന്നു? യെസ്, പ്രൈസ് മെക്കാനിസം ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ? വില സംവിധാനമാണ്. എന്നാൽ ക്യാപിറ്റലിസത്തില് സെൻട്രൽ ഇക്കണോമിക് പ്രോബ്ലംസ്, അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ 3 പഠിച്ചു. ഈ 3 പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടുപിടിക്കുന്നത് ആരാണ്? യെസ്, 2 മാർക്കറ്റ് ഫോഴ്സസ്, ഡിമാൻഡ് ആൻഡ് സപ്ലൈ, കമ്പോള ശക്തികളായ ചോദനവും പ്രധാനവുമാണ് അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടുത്തെ ഫില്ലിംഗ് ദ ബ്ലാങ്ക് എന്താണ്? 2 മാർക്കറ്റ് ഫോഴ്സസ്, ഡിമാൻഡ് ആൻഡ് സപ്ലൈ, 2 കമ്പോള ശക്തികൾ, ചോദനവും പ്രധാനവും. ഇനി സോഷ്യലിസം, അടുത്ത സിസ്റ്റം സോഷ്യലിസം ആണ്.
അവിടെ ഇക്കണോമിയെ റെഗുലേറ്റ് ചെയ്യുന്ന മെക്കാനിസം, സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിക്കുന്ന സംവിധാനം എന്താണ്? യെസ്, സെൻട്രലി പ്ലാനിംഗ്, കേന്ദ്രീകൃത ആസൂത്രണമാണ്. അതുപോലെ സോഷ്യലിസ്റ്റ് ഇക്കണോമിയിൽ ബേസിക് ഇക്കണോമിക് പ്രോബ്ലംസ്, അതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്, അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടുപിടിക്കുന്നത് ആരായിരിക്കും? ബൈ ദി ഗവൺമെന്റ്, അല്ലേ? ഗവൺമെന്റ് ആണ് സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. നെക്സ്റ്റ്, മിക്സ്ഡ് ഇക്കണോമി, മൂന്നാമത്തെ സിസ്റ്റം, മിശ്ര സമ്പദ് വ്യവസ്ഥ. അവിടെ ആ ഇക്കണോമിയിൽ സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിക്കുന്ന സംവിധാനം എന്താണ്? യെസ്, ബോത്ത് പ്രൈസ് മെക്കാനിസം ആൻഡ് സെൻട്രൽ പ്ലാനിങ്. അവിടെ വില സംവിധാനവും അതുപോലെ കേന്ദ്രീകൃത ആസൂത്രണവും ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് ഇക്കണോമിയെ റെഗുലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നത്. ഇനി നിങ്ങൾ നോക്കിക്കേ, മിക്സ്ഡ് ഇക്കണോമിയിൽ ബേസിക് ഇക്കണോമിക് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത് ആരായിരിക്കും? ബോത്ത് ഗവൺമെന്റ് ആൻഡ് മാർക്കറ്റ് ഫോഴ്സസ്. അതായത് കമ്പോള ശക്തികളായ ചോദനവും പ്രധാനവും ഒപ്പം ഗവൺമെന്റും, ഇവർ രണ്ടുപേരും ചേർന്നിട്ടായിരിക്കും അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടുപിടിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ആൻസർ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഡിസ്കസ് ചെയ്തു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം കൂടെയാണ്. നെക്സ്റ്റ്, ക്വസ്റ്റ്യൻ നമ്പർ 2, 2 മാർക്കിനുള്ള രണ്ടാമത്തെ ചോദ്യം ശ്രദ്ധിച്ചോളൂ. ക്ലാസിഫൈ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇൻ ടു 2 ബ്രാഞ്ചസ് ഓഫ് ഇക്കണോമിക്സ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ സാമ്പത്തിക ശാസ്ത്രത്തിലെ 2 ശാഖകളായി തരംതിരിക്കുക. അതായത് മൈക്രോ എക്കണോമിക്സ് എന്നും മാക്രോ എക്കണോമിക്സ് എന്നും കാറ്റഗറൈസ് ചെയ്യുക. അത്രയാണ് ചോദ്യം. ഓക്കെ, ഇത് മാക്രോ എക്കണോമിക്സിലും വരാം, മൈക്രോ എക്കണോമിക്സിലും വരാം. ഓക്കെ, മാക്രോ എക്കണോമിക്സിന്റെ ഫസ്റ്റ് ചാപ്റ്ററിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ഡിസ്കസ് ചെയ്ത സമയത്ത് അവിടെ ഒരുപാട് ഈ പാറ്റേണിലുള്ള ചോദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. എല്ലാവർക്കും അത് കൃത്യമായിട്ട് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ഏതൊരു സ്റ്റേറ്റ്മെന്റ് കിട്ടിക്കഴിഞ്ഞാലും ഏതാണ് മൈക്രോ ഏതാണ് മാക്രോ എന്ന് പറയാൻ നിങ്ങൾക്ക് അതിനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ടാവണം. ചില ടെക്നിക്കുകൾ ഞാൻ പറഞ്ഞു തന്നിരുന്നു. ചില കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് മൈക്രോ ആയിരിക്കും അല്ലെങ്കിൽ അത് മാക്രോ ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഒന്നാമത്തെ പ്രസ്താവന നോക്കിക്കോളൂ. ഇന്ത്യൻ ഇക്കണോമി ഗ്രൂ ബൈ 9.2% GDP ഇൻ ദി ഫിനാൻഷ്യൽ ഇയർ 2006. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ 2006 9.2% വളർച്ച GDP-യിൽ രേഖപ്പെടുത്തി. ഓക്കെ, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, പ്രസ്താവന 2 നോക്കിക്കോളൂ. ആൻ അൺഎക്സ്പെക്റ്റഡ് ലോറി സ്ട്രൈക്ക് കോസ്ഡ് ദി പ്രൈസ് ഓഫ് വെജിറ്റബിൾസ് ടു റൈസ്. അപ്രതീക്ഷിതമായ ലോറി സമരം പച്ചക്കറി വില ഉയരുന്നതിന് കാരണമായി. സ്റ്റേറ്റ്മെന്റ് 3, മൂന്നാമത്തെ പ്രസ്താവന നോക്കിക്കോളൂ. റീസെന്റ്ലി ദി RBI റെഡ്യൂസ്ഡ് ദി ക്യാഷ് റിസർവ് റേഷ്യോ ടു 5.5%. RBI കരുതൽ നിക്ഷേപം 5.5% കുറച്ചു. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ്, നാലാമത്തെ പ്രസ്താവന നോക്കിക്കോളൂ. മദ്രാസ് സിമെന്റ് ലിമിറ്റഡ് ഈസ് പ്ലാനിംഗ് ടു ആഡ് 40 lakh ton in its existing production capacity of 60 lakh tons. മദ്രാസ് സിമെന്റ് ലിമിറ്റഡ് അവരുടെ ഉൽപാദനം 60 ലക്ഷം ടൺ, അതിൻ്റെ കൂടെ 40 ലക്ഷം ടൺ കൂടി ഉയർത്താൻ തീരുമാനിച്ചു. ഇതാണ് 4 സ്റ്റേറ്റ്മെന്റ്സ്, 4 പ്രസ്താവനകൾ. ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് മൈക്രോ ഇക്കണോമിക്സ്, അതുപോലെ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് മാക്രോ ഇക്കണോമിക്സ്, അതാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഒന്നാമത്തെ പ്രസ്താവന എടുക്കാം. നോക്കിക്കേ, ഇന്ത്യൻ ഇക്കണോമി ഗ്രൂ ബൈ 9.2% GDP ഇൻ ദി ഫിനാൻഷ്യൽ ഇയർ 2006. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ 2006 9.2% വളർച്ച GDP-യിൽ രേഖപ്പെടുത്തി. ഇവിടെ നമുക്ക് വേറെ ഒന്നും ആലോചിക്കാതെ പറയാൻ സാധിക്കും, ഈ സ്റ്റേറ്റ്മെന്റ് മാക്രോ ഇക്കണോമിക്സ് ആണ്, സ്ഥൂല സാമ്പത്തിക ശാസ്ത്രമായി ബന്ധപ്പെട്ടതാണ്. എങ്ങനെ മനസ്സിലായി? ഇവിടെ ഒരു കീ വേർഡ് വന്നു,
അല്ലെ? GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം. GDP എന്നൊരു വേരിയബിൾ അവിടെ വന്നു കഴിഞ്ഞാൽ ദാറ്റ്സ് ബിലോങ് ടു മാക്രോ എക്കണോമിക്സ്. കാരണം GDP എന്ന് പറഞ്ഞാൽ അത് മാക്രോ എക്കണോമിക്സുമായി ബന്ധപ്പെട്ടതാണ്. GDP വരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അത് ഏതിന്റെ അണ്ടറിൽ വരുന്നതായിരിക്കും? മാക്രോ എക്കണോമിക്സിന്റെ അണ്ടറിൽ വരുന്നതായിരിക്കും. അങ്ങനെ ഓർത്തു വെക്കുക. ക്ലിയർ ആണല്ലോ? സ്റ്റേറ്റ്മെന്റ് 2 നോക്കിക്കേ. ആൻ അൺഎക്സ്പെക്റ്റഡ് ലോറി സ്ട്രൈക്ക് കോസ്റ്റ് ദി പ്രൈസ് ഓഫ് വെജിറ്റബിൾസ് ടു റൈസ്. അപ്രതീക്ഷിതമായ ലോറി സമരം പച്ചക്കറി വില ഉയരുന്നതിന് കാരണമായി. ഏതാണ്? മൈക്രോ എക്കണോമിക്സ് ആണ്. സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ടതാണ്. ക്ലിയർ ആണല്ലോ? തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? റീസെന്റ്ലി ദി RBI റെഡ്യൂസ്ഡ് ദി ക്യാഷ് റിസർവ് റേഷ്യോ ടു 5.5%. RBI അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അവരുടെ കരുതൽ നിക്ഷേപം 5.5% കുറച്ചു. ഇതേതായിരിക്കും? യെസ്, മറ്റൊന്നും ആലോചിക്കാതെ നമുക്ക് പറയാം, മാക്രോ എക്കണോമിക്സുമായി റിലേറ്റ് ചെയ്തതാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ്. സ്ഥൂല സാമ്പത്തിക ശാസ്ത്രമായി ബന്ധപ്പെട്ടതാണ് ഈ പ്രസ്താവന. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മാക്രോ എക്കണോമിക്സുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്, സ്ഥൂല സാമ്പത്തിക ശാസ്ത്രമായി ബന്ധപ്പെട്ടതാണ്. നെക്സ്റ്റ് ഫോർത്ത് സ്റ്റേറ്റ്മെന്റ്, നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? മദ്രാസ് സിമന്റ് ലിമിറ്റഡ് ഈസ് പ്ലാനിംഗ് ടു ആഡ് 40 lakh ടൺ ടു ഇറ്റ്സ് എക്സിസ്റ്റിംഗ് പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഓഫ് 60 lakh ടൺ. മദ്രാസ് സിമന്റ് ലിമിറ്റഡ് അവരുടെ നിലവിലുള്ള ഉൽപാദനം എത്രയാണ്? 60 ലക്ഷം ടണ്ണാണ്. അതിൻ്റെ കൂടെ 40 ലക്ഷം ടണ്ണ് കൂടെ ഉയർത്താൻ തീരുമാനിച്ചു. നിങ്ങൾ നോക്കിക്കേ, ഈ സ്റ്റേറ്റ്മെന്റ് മൈക്രോ എക്കണോമിക്സ് ആണോ മാക്രോ എക്കണോമിക്സ് ആണോ? എക്സാക്ട്ലി മൈക്രോ ഇക്കണോമിക്സ് ആണ്. സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രമായി ബന്ധപ്പെട്ടതാണ് ഈ പ്രസ്താവന. എങ്ങനെ മനസ്സിലായി? കാരണം ഇന്ത്യയിൽ ഒരുപാട് സിമന്റ് കമ്പനീസ് ഉണ്ട്. ഇന്ത്യൻ സിമന്റ്സ് ലിമിറ്റഡ്, അൾട്രാടെക് സിമന്റ്സ് ലിമിറ്റഡ്, മലബാർ സിമന്റ്സ് ലിമിറ്റഡ്, അങ്ങനെ ഒരുപാട് സിമന്റ് കമ്പനീസ് ഉണ്ട്. ദർ ആർ പ്ലെന്റി ഓഫ് സിമന്റ് കമ്പനീസ് ഇൻ ഇന്ത്യ. ഒരുപാട് സിമന്റ് കമ്പനീസ് ഉണ്ട്. അതിൽ ഒരു സിമന്റ് കമ്പനിയാണ് മദ്രാസ് സിമന്റ് ലിമിറ്റഡ്. അവരുടെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. ഇൻഡിവിജ്വൽ കമ്പനിയാണ്, ഇൻഡിവിജ്വൽ യൂണിറ്റ് ആണ്. ഇൻഡിവിജ്വൽ യൂണിറ്റിനെ കുറിച്ച് പഠിക്കുന്നത് എവിടെയാണ്? മൈക്രോ എക്കണോമിക്സിലാണ്, അല്ലെ? സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിലാണ്. അതുകൊണ്ട് നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ബിലോങ്സ് ടു മൈക്രോ എക്കണോമിക്സ്, സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രമായി ബന്ധപ്പെട്ടതാണ്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3, 2 മാർക്കിനുള്ള മൂന്നാമത്തെ ചോദ്യം ശ്രദ്ധിച്ചോളൂ. ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ സെൻട്രലി പ്ലാൻഡ് ഇക്കണോമി ആൻഡ് എ മാർക്കറ്റ് ഇക്കണോമി. കേന്ദ്രീകൃത ആസൂത്രണ സമ്പദ് വ്യവസ്ഥ, കമ്പോള സമ്പദ് വ്യവസ്ഥ എന്നിവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എഴുതുക. 2 മാർക്കിനുള്ള ചോദ്യം ആയതുകൊണ്ട് 2 പോയിന്റ്സ് ആണ് നിങ്ങൾ സെൻട്രലി പ്ലാൻഡ് ഇക്കണോമി അല്ലെങ്കിൽ കേന്ദ്രീകൃത ആസൂത്രണ സമ്പദ് വ്യവസ്ഥയിൽ എഴുതി വെക്കേണ്ടത്. ഇൻ ദി സെൻട്രലി പ്ലാൻഡ് ഇക്കണോമി ഓൾ ദി മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആർ കംപ്ലീറ്റ്ലി ഓൺഡ് ആൻഡ് കൺട്രോൾഡ് ബൈ ദി ഗവൺമെന്റ്. കേന്ദ്രീകൃത ആസൂത്രണ സമ്പദ് വ്യവസ്ഥയിൽ ഉൽപാദന ഉപാധികളെല്ലാം ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലും ഉടമസ്ഥതയിലും ആയിരിക്കും. ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞു. രണ്ടാമത്തെ പോയിന്റ് അതിൽ എന്ത് പറയാൻ സാധിക്കും? അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ എന്തുൽപാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. കേന്ദ്രീകൃത ആസൂത്രണത്തിലൂടെയാണ് ഈ 3 അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഒരു പോയിന്റ് കൂടെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇക്കണോമിക് ആക്ടിവിറ്റീസ് ദാറ്റ് ഈസ് പ്രൊഡക്ഷൻ, എക്സ്ചേഞ്ച് ആൻഡ് കൺസംഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ മെയ്ഡ് ബൈ ദി ഗവൺമെന്റ്. സാമ്പത്തിക പ്രവർത്തനങ്ങൾ അതായത് ഉൽപാദനം, വിനിമയം, ഉപഭോഗം, ഇവ 3മാണ് ഒരു സമ്പദ് വ്യവസ്ഥയിലെ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ. അതുകൊണ്ട് ഇവയെ എന്ത് പേരാണ് വിളിക്കുന്നത്? ഇക്കണോമിക് ആക്ടിവിറ്റീസ്, സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്നാണ്. പ്രൊഡക്ഷൻ, എക്സ്ചേഞ്ച് ആൻഡ് കൺസംഷൻ, ഉൽപാദനം, വിനിമയം, ഉപഭോഗം. ഈ 3 ഇക്കണോമിക് ആക്ടിവിറ്റികളും അല്ലെങ്കിൽ 3 സാമ്പത്തിക പ്രവർത്തനങ്ങളും
കൈകാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നത് ആരാണ്? ഗവൺമെന്റ് ആയിരിക്കും. ഓക്കെ, ഏത് സമ്പദ് വ്യവസ്ഥയിലാണ്? സെൻട്രലി പ്ലാൻഡ് ഇക്കണോമി, കേന്ദ്രീകൃത ആസൂത്രണ സമ്പദ് വ്യവസ്ഥയിൽ. ഒരു 3 പോയിന്റുകൾ പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി 2 പോയിന്റ്സ് എഴുതിയാൽ മതി. 2 മാർക്കിനുള്ള ചോദ്യമാണല്ലോ. 2 പോയിന്റ്സ് സെൻട്രലി പ്ലാൻഡ് ഇക്കണോമിയിലും 2 പോയിന്റ്സ് മാർക്കറ്റ് ഇക്കണോമിയിലും. ഓക്കെ, ഇനി മാർക്കറ്റ് ഇക്കണോമി, കമ്പോള സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, ക്യാപിറ്റലിസ്റ്റ് ഇക്കണോമിയുമായി ബന്ധപ്പെട്ട 3 പോയിന്റ്സ് നമുക്ക് പറയാം. ഫസ്റ്റ് വൺ, ഇൻ ദി capitalist economy or market economy, all the means of productions are completely owned and controlled by a private individual or group of private individual. കമ്പോള സമ്പദ് വ്യവസ്ഥയിൽ എല്ലാ ഉൽപാദന ഉപാധികളും ഒരു സ്വകാര്യ വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു കൂട്ടം സ്വകാര്യ വ്യക്തികളുടെയോ നിയന്ത്രണത്തിലും ഉടമസ്ഥതയിലും ആയിരിക്കും. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ബേസിക് ഇക്കണോമിക് പ്രോബ്ലംസ് ഓർ സെൻട്രൽ ഇക്കണോമിക് പ്രോബ്ലംസ്, അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ത്രൂ പ്രൈസ് മെക്കാനിസം, വില സംവിധാനത്തിലൂടെയാണ് പരിഹാരം കണ്ടുപിടിക്കുന്നത്. എന്താണ് പ്രൈസ് മെക്കാനിസം എന്നെല്ലാം നമുക്കറിയാം. ഇറ്റ് ഈസ് ദി കമ്പൈൻഡ് ആക്ഷൻസ് അണ്ടർടേക്കൺ ബൈ 2 മാർക്കറ്റ് ഫോഴ്സസ്, ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ചോദനവും പ്രദാനവും, ഈ 2 കമ്പോള ശക്തികൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് നിർണ്ണയിക്കുന്നതാണ് വില സംവിധാനം. ഇവരാണ് ഇക്കണോമിക് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത്. മൂന്നാമത്തെ പോയിന്റ് നമുക്ക് എന്ത് പറയാം? ഇക്കണോമിക് ആക്ടിവിറ്റീസ്, ദാറ്റ് ഈസ് പ്രൊഡക്ഷൻ, എക്സ്ചേഞ്ച് ആൻഡ് കൺസംഷൻ. സാമ്പത്തിക പ്രവർത്തനങ്ങളായ ഉൽപാദനം, വിനിമയം, ഉപഭോഗം, ഈ 3 കാര്യങ്ങളുമായി ബന്ധപ്പെട്ട തീരുമാനമെടുക്കുന്നത് പ്രൈസ് മെക്കാനിസം ആയിരിക്കും. ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. ഇന്നെടുത്ത ഭാഗങ്ങൾ എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും ക്ലാസ്സുകൾ ആവർത്തിച്ച് കാണുവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച്.